കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് ഗലീലക്കാരായ ഏതാനും പേരുടെ ബലികളിൽ അവരുടെ രക്തം കൂടി പീലാത്തോസ് കലർത്തിയ വിവരം ആ സമയത്ത് അവിടെയുണ്ടായിരുന്ന ചിലർ അവനെ അറിയിച്ചു. അവൻ ചോദിച്ചു, ഇവയെല്ലാം അനുഭവിച്ചതുകൊണ്ട് മറ്റെല്ലാ ഗലീലക്കാർ കൂടുതൽ പാപികളായിരുന്നു നിങ്ങൾ കരുതുന്നുവോ? അല്ല എന്ന് ഞാൻ പറയുന്നു. പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും. അഥവാ സിലോഹയിലെ ഗോപുരം ഇടിഞ്ഞു വീണ് കൊല്ലപ്പെട്ട ആ 18 പേർ അന്ന് ജെറുസലേമിൽ വസിച്ചിരുന്ന എല്ലാവരെയും കാൾ കുറ്റക്കാരായിരുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? അല്ല എന്ന് ഞാൻ പറയുന്നു. പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും. അവൻ ഈ ഉപമ പറഞ്ഞു. ഒരുവൻ മുന്തിരിത്തോട്ടത്തിൽ ഒരു അത്തിവൃക്ഷം നട്ടുപിടിപ്പിച്ചു. അതിൽ പഴമുണ്ടോ എന്ന് നോക്കാൻ വന്നു, എന്നാൽ ഒന്നും കണ്ടില്ല. അപ്പോൾ അവൻ കൃഷിക്കാരോട് പറഞ്ഞു, 3 വർഷമായി ഞാൻ ഈ അത്തിവൃക്ഷത്തിൽ ഫലം അന്വേഷിച്ചു വരുന്നു, ഒന്നും കാണുന്നില്ല. അത് വെട്ടിക്കളയുക, എന്തിനു നിലം പാഴാക്കണം. കൃഷിക്കാരൻ അവരോട് പറഞ്ഞു, യജമാനനെ, ഈ വർഷം കൂടെ അത് നിൽക്കട്ടെ. ഞാൻ അതിനെ ചുവട് കളിച്ച് വളമിടാം. മേലിൽ അത് ഫലം നൽകിയേക്കാമില്ലെങ്കിൽ നീ തന്നെ അത് വെട്ടിക്കളഞ്ഞുകൊള്ളുക. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമ്മൾ വായിച്ചു കേട്ട സുവിശേഷം ഒരുപക്ഷെ നമ്മുടെ ജീവിതമായിട്ട് ഒത്തിരിയേറെ ബന്ധപ്പെടുത്താൻ നമുക്ക് ഓരോരുത്തർക്കും പറ്റും. കാരണം ആത്മീയ ജീവിതത്തിൽ അല്ലെങ്കിൽ പ്രാർത്ഥന ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ പരാതികൾ ഉയർത്താറുണ്ട്. എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിലെ സഹനങ്ങളും വേദനകളും ഇതുപോലെ പിന്തുടരുന്നു, അല്ലെങ്കിൽ മറ്റുള്ള ജീവിതത്തിൽ ഇതുപോലെയല്ലല്ലോ എന്നുള്ള താരതമ്യം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മളിപ്പോഴും ചെയ്യാറുള്ളതാണ്. പ്രാർത്ഥിക്കുമ്പോഴായിക്കോട്ടെ, ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുമ്പോഴായിക്കോട്ടെ, പലപ്പോഴും എന്തുകൊണ്ട് എൻ്റെ ജീവിതം മാത്രം ഇതുപോലെ ദുരിതങ്ങളും പരിഭവങ്ങളും വേദനകളും എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറാതെ നിൽക്കുന്നു എന്നുള്ള കാര്യം, അല്ലെങ്കിൽ ഒരു ചോദ്യം പലപ്പോഴും ഇടവിടാതെ നമ്മൾ തമ്പുരാൻ്റെ സന്നിധിയിൽ പലപ്പോഴും ചോദിക്കാറുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണെങ്കിലും 2 ഇടങ്ങളിൽ സംഭവിച്ച കാര്യങ്ങളെ പറ്റിയിട്ട് തമ്പുരാനോട് അവരോരോരുത്തരും വന്ന് കാര്യം അന്വേഷിക്കുമ്പോൾ അവരും ഉദ്ദേശിക്കുന്നതും അതുപോലെ തന്നെയാണ്. എന്തുകൊണ്ട് ഈ സഹനങ്ങൾ ഇന്നും അവരുടെ ജീവിതത്തിൽ പിന്തുടരുന്നു? അത് അവരെ നശിപ്പിക്കാൻ വേണ്ടിയാണോ എന്നുള്ള കാര്യം കൂടി അവർ കൂട്ടിച്ചേർക്കുന്നുണ്ട്. അദ്ദേഹത്തിന് വളരെ വ്യക്തമായിട്ട് ഒറ്റ മറുപടി നൽകുന്നുള്ളൂ: പശ്ചാത്തപിക്കുക. സ്നേഹമുള്ളവരെ, അത് ജീവിതത്തെ അടിസ്ഥാനപ്പെടുത്തി മാത്രമല്ല, അതിലുപരി നമ്മൾ ഓരോരുത്തരും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ എത്രത്തോളം വ്യക്തതയോടും അല്ലെങ്കിൽ നിലവാരത്തോടും കൂടി തമ്പുരാൻ്റെ മുമ്പിൽ നിൽക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും തന്ന ഈ വിളി എത്രത്തോളം പ്രാധാന്യത്തോടെ എടുക്കുന്നു എന്നുള്ള കാര്യം നമ്മളെപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചേർത്ത് പിടിക്കേണ്ടതുണ്ട്. കാരണം പലപ്പോഴും ജീവിതത്തിൻ്റെ യാമങ്ങളിൽ ഓരോ വേദനകളും സഹനങ്ങളും കടന്നു വരുമ്പോൾ പലപ്പോഴും നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കാറ് ഇത് അവരുടെയും ഇവരുടെയും പാപങ്ങളാണ്, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഇത് സംഭവിക്കുന്നത് മറ്റെന്തോ കാരണം കൊണ്ടാണെന്ന് പലപ്പോഴും നമ്മൾ വിലയിരുത്താറുണ്ട്. പക്ഷേ അതിലുപരി നമ്മളെപ്പോഴും നമ്മളെ തന്നെ പരിശോധിക്കാനും എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഞാൻ എത്രത്തോളം എൻ്റെ തമ്പുരാൻ്റെ മുമ്പിൽ വ്യക്തതയോടുകൂടിയാണെന്നുള്ള കാര്യം നമ്മളെപ്പോഴും ഓർക്കണം. സ്നേഹമുള്ളവരെ, ഈ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ട് തമ്പുരാൻ്റെ ഉപമ അവിടെ വിവരിക്കുന്നുണ്ട്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പലപ്പോഴും അത്തിവൃക്ഷത്തിൻ്റെയും അല്ലെങ്കിൽ മുന്തിരിത്തോപ്പുകളുടെയും കഥകൾ പറയുമ്പോൾ അത് അവിടെ അത്രത്തോളം അവർ പ്രചാരത്തിൽ അല്ലെങ്കിൽ അവരോരുത്തരും കൃഷി ചെയ്തിരുന്ന കാര്യങ്ങളായതുകൊണ്ട് തന്നെ അവർ മനുഷ്യർക്ക് അവരുടെ മനസ്സിനെ അല്ലെങ്കിൽ ഹൃദയത്തെ കുറച്ചുകൂടി ചേർത്ത് വയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു കാര്യങ്ങൾ ആവർത്തിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത് നമ്മുടെ ജീവിതത്തിലും ഈ ഒരു കാര്യത്തെ അല്ലെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതം താരതമ്യപ്പെടുത്തിക്കൊണ്ടാണ് തമ്പുരാൻ പറയുന്നത്. 3 വർഷത്തോളം അവരോട് പറയുന്നത് ഈശോയുടെ പരസ്യ ജീവിതകാലവും 3 വർഷത്തോളമായിരുന്നു. ആ ഒരു 3 വർഷത്തോളം അവരെ പഠിപ്പിച്ചും സ്നേഹിച്ചും അവരെ കൂടെ നടന്നും അത്ഭുതങ്ങൾ പ്രവർത്തിച്ചും അവരെങ്ങനെ അവരുടെ ജീവിതത്തിൽ നിത്യജീവനം കരസ്ഥമാക്കണമെന്നുള്ള കാര്യം വളരെ വ്യക്തതയോടുകൂടി തമ്പുരാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, മാമോദിസ സ്വീകരിച്ച് നമ്മുടെ ആത്മീയ ജീവിതം തുടരുമ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കേണ്ട കാര്യം ഇങ്ങനെയാണ്: എൻ്റെ തമ്പുരാൻ്റെ മുമ്പിൽ എങ്ങനെ ഇത്രയും സുതാര്യമായിട്ട് ജീവിക്കാൻ പറ്റുമെന്നുള്ള കാര്യം. പലപ്പോഴും നമ്മുടെ പാപജീവിതം ഓരോ അവസ്ഥയിലും ഒരു മനുഷ്യൻ പോലും കണ്ടിട്ടില്ലാത്ത പല സാഹചര്യങ്ങൾ അല്ലെങ്കിൽ പല നിമിഷങ്ങളുമാകുമ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിന് പലപ്പോഴും ചേർത്ത് പിടിക്കുന്നത് അടുത്തൊരു ദിവസമായിക്കൊള്ളട്ടെ തമ്പുരാൻ ഉതകം വിധം ജീവിക്കാമെന്നുള്ളൊരു തീരുമാനത്തിൽ പലപ്പോഴും നമ്മൾ എത്താറുണ്ട്. പക്ഷെ അതിലുപരി നമ്മളെപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം,
തമ്പുരാൻ എപ്പോഴും നമ്മളെ മാനിക്കുകയും അല്ലെങ്കിൽ ഒരു സ്വാതന്ത്ര്യം തരികയും ചെയ്യുന്നുണ്ട്. നന്മതിന്മകൾ നമ്മുടെ ജീവിതത്തിലും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം. പക്ഷേ എപ്പോഴും ഓർക്കുക, ഈ ലൗകിക ജീവിതത്തിൽ നമ്മൾ സ്വീകരിക്കുന്ന ഒരു താല്പര്യമോ അല്ലെങ്കിൽ ഒരു വിവരമോ അല്ല തമ്പുരാൻ ഈ ഒരു കാര്യത്തിൽ സ്വീകരിക്കുന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും ഓർക്കണം. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എന്തും ചെയ്യാമെന്നുള്ള, അതിലുപരി ദൈവത്തിൻ്റെ ഹിതം നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞുകൊണ്ട് അത് മാനിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുക എന്നുള്ള കാര്യമാണ് നമ്മളെപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം. ഒപ്പം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും തിരിച്ചറിയുക, ദൈവത്തിന് മുമ്പിൽ എത്രത്തോളം എനിക്ക് സുതാര്യതയോടുകൂടി ജീവിക്കാൻ പറ്റുമെന്നുള്ള കാര്യം. കാരണം പലപ്പോഴും പാപം എന്താണെന്ന് ചോദിക്കുമ്പോൾ ആത്മീയ പാലകരൊക്കെ പറഞ്ഞു വെക്കുന്നൊരു കാര്യമുണ്ട്, ദൈവസ്നേഹത്തിൽ നിന്ന് എത്രത്തോളം അകന്നു പോകുന്നു ആ നിമിഷങ്ങളെല്ലാം പാപങ്ങളാണ്. കാരണം കുരിശിൽ കിടന്നുകൊണ്ട് വിരിമാറഴുക നമ്മൾ ഓരോരുത്തരും പീഡകളും വേദനകളും സഹനങ്ങളും ഏറ്റുവാങ്ങി ഞാൻ നിന്നെ ഇത്രയും സ്നേഹിക്കുന്നുവെന്ന് ഓരോ വിശുദ്ധ കുർബാനയിലും ഓരോ നിമിഷത്തിലും നമ്മളോട് ആവർത്തിക്കുമ്പോൾ നമ്മൾ ഒരു സ്നേഹം സ്വീകരിക്കാതെ അല്ലെങ്കിൽ മാനുഷികതയ്ക്ക് അപ്പുറത്തോട്ട് ദൈവികമായിട്ട് ആ ഒരു സ്നേഹത്തെ തിരിച്ചറിയാതെ പലപ്പോഴും ആ ഒരു സ്നേഹത്തിൽ നിന്ന് അകന്നു പോകുന്ന നിമിഷങ്ങളാണ് പാപങ്ങളും. അതുപോലെ തന്നെ പശ്ചാത്തലം നമ്മൾ സ്വീകരിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഫലമായിട്ടാണ്. അല്ലെങ്കിൽ ഒരു പക്ഷേ ഒരു മനുഷ്യന് തൻ്റെ ജീവിതത്തിലെ പാപത്തെ തിരിച്ചറിഞ്ഞ് പാപാവസ്ഥകൾ മനസ്സിലാക്കി അതെല്ലാം തൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി ദൈവത്തിന് മുമ്പിൽ സുതാര്യതയോടുകൂടി അല്ലെങ്കിൽ അവന് വേണ്ടി ജീവിക്കണമെന്നുള്ള ത്വരതയോടുകൂടി നമ്മളൊക്കെ എത്ര പേര് മാറുന്നുണ്ടെന്നുള്ള കാര്യം നമ്മളെപ്പോഴും നമ്മുടെ ജീവിതത്തെ തന്നെ പരിശോധിക്കണം. തമ്പുരാൻ നമ്മൾ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.